ഓം വാങ്മേ മനസി പ്രതിഷ്ഠിത മനോമേ വാചി പ്രതിഷ്ഠിതം ആവിരാവിർമ ഏധി വേദസ്യ മആണിസ്തഃ ശ്രുതം മേ മാ പ്രഹാസീഹി അനേനാധീതേന ഹോരാത്രാൻ സന്തതാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാമവദോ തദ്വക്താരമവദോ അവദു മാം അവദു വക്താരം അവദു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. അപ്പൊ സൃഷ്ടിക്ക് മുമ്പ് ആത്മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആത്മാ ഏവ ഇദം അഗ്രേ ആസീത്. അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഈ കാണുന്ന പദാർത്ഥങ്ങളെല്ലാം അതിൽ നിന്നുണ്ടായതാണ്. ഇതൊക്കെ ഉണ്ടായതാണ്. അപ്പോ ഉള്ളതൊക്കെ ഉണ്മയിൽ നിന്ന് മാത്രമേ സംഭവിക്കുള്ളൂ. നമ്മൾ കണ്ടു ഈ പ്രപഞ്ച പദാർത്ഥങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദൈവ സൗമ്യ ഇദം അഗ്രേ ആസീത്. അപ്പൊ ഈ സൃഷ്ടിക്ക് മുമ്പ് സൃഷ്ടിയില്ലായിരുന്നു. സൃഷ്ടിയുടെ അഭാവമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? അപ്പൊ സൃഷ്ടിയുടെ അഭാവത്തെ കുറിച്ച് ആരെങ്കിലും അറിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഈ സൃഷ്ടിയുടെ അഭാവത്തെ പക്ഷെ നമുക്കറിയാൻ സാധിക്കുന്നില്ലേ? സൃഷ്ടിയിരിക്കുമ്പോ തന്നെ. അപ്പൊ സൃഷ്ടിയുടെ അഭാവത്തെയും അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു. അതാരാണ്? ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയാണ് ആത്മാ. അപ്പൊ സമസ്ത ദർശനങ്ങളും പറയുന്നു ഈ ഒരു ആത്മതത്വം എന്ന് പറയുന്നത് ആത്മാവ് തന്നെയാണ്. അപ്പൊ സൃഷ്ടിയുടെ അഭാവം നാം ഇപ്പൊ തന്നെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. സ ഈക്ഷത ലോകാന് സൃജ ഇതി. തുടർന്ന് അദ്ദേഹത്തിൽ നിന്നും ഈ സൃഷ്ടിക്ക് ആവശ്യമായ ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി ഇങ്ങനെ പഞ്ചഭൂതങ്ങളൊക്കെ പ്രത്യക്ഷപ്പെട്ടു. അതിന്റെ സൂക്ഷ്മരൂപം ആദ്യം നമ്മളിപ്പോ ഒരു കെട്ടിടം ഉണ്ടാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു വലിയ റോഡ് നിർമ്മിക്കുന്ന സമയത്ത് അതിന്റെ സാധ്യതകളും അതുപോലെ അത് പണിത് കഴിഞ്ഞാണ്ടാൻ സാധ്യതയുള്ള വിഘ്നങ്ങളും അതിനെക്കുറിച്ചൊക്കെ ഒരു സർവേ നടത്തുക. അതെല്ലേ? എന്നിട്ട് ഒരു രൂപരേഖ തയ്യാറാകും. ഇതിനെയാണ് കാരണം എന്ന് പറയുന്നത്. അപ്പോ ആദ്യം അത് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ആവിർഭവിച്ചു. കേവലമായ ആത്മസ്വരൂപം സ്വയം ചിന്തിച്ച സമയത്ത് തന്നെ തന്റെ ഉള്ളിൽ ഒരു രൂപരേഖയുണ്ടായി, ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറായി ഈ സൃഷ്ടിയെക്കുറിച്ച്. അതെന്റെ മനസ്സിൽ സ്പഷ്ടമായി. ഇതിനെയാണ് സൂക്ഷ്മം എന്ന് പറയുന്നത്. പിന്നീട് അത് പുറത്തേക്ക് പ്രകടമാവുന്നതാണ് സ്ഥൂലം. അപ്പൊ പരമാത്മസ്വരൂപം തന്നിൽ അന്തർഭവിച്ച സൃഷ്ടി വിഭാവനം ചെയ്യുമ്പോൾ അദ്ദേഹം കാരണശരീരമാകുന്നു. പിന്നീട് അദ്ദേഹം സൂക്ഷ്മ ശരീരമാകുന്നു. പിന്നീട് സ്ഥൂല ശരീരത്തിലേക്ക് പ്രവേശിക്കും. പിന്നീട് അദ്ദേഹം പഞ്ചമഹാഭൂതങ്ങളെയൊക്കെ സൃഷ്ടിച്ചു. ഈ പഞ്ചമഹാഭൂതങ്ങളൊക്കെ സൂക്ഷ്മതലത്തിലാണ്. ഇത്രയൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. തുടർന്ന് രണ്ടാമത്തെ മന്ത്രം. സ ഈക്ഷതേ മേനു ലോകാം
ലോകപാലാനുസൃജ ഇതി സഹ സ ഈക്ഷത്. കണ്ടോ? സ ഈക്ഷതേ മേനു ലോകാം ലോകപാലാനുസൃജ ഇതി സഹ അദ്ദേഹം ഈക്ഷത വിചാരിച്ചു. മേ എനിക്ക് തീർച്ചയായിട്ടും ലോകാഹ ലോകങ്ങൾ ലോകപാലാൻ ലോകങ്ങളുടെ സംരക്ഷകന്മാരെ സൃഷ്ടിക്കും. അപ്പൊ ഇനി ഞാൻ ലോകപാലകന്മാരെ സൃഷ്ടിക്കട്ടെ എന്ന് അദ്ദേഹം സങ്കല്പിച്ചു. ലോകത്തെ ആദ്യം സൃഷ്ടിച്ചു, ഇനി അതിനെ നിലനിർത്തിക്കൊണ്ടുപോകാനുള്ള ലോകപാലകന്മാര്. കാരണം വൈവിധ്യമാണ് സൃഷ്ടിയുടെ സാധ്യതകളൊക്കെ. അതിനെയൊക്കെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. അതിനായി അദ്ദേഹം പ്രപഞ്ച പരിപാലകന്മാരെ സൃഷ്ടിച്ചു. അവരാണ് ഈ പ്രപഞ്ചത്തിലെ അതിശക്തരായ പ്രതിഭാസങ്ങൾ. നമുക്ക് ആദ്യം മന്ത്രമൊക്കെ ഒരുമിച്ചെടുക്കാം. മൂന്നാമത്തെ മന്ത്രം. സോ അഭ്യ ഏവ പുരുഷം സമുദ്രത്യ മൂർച്ഛയത്. ഒന്നുകൂടെ. സോ അഭ്യ ഏവ പുരുഷം സമുദ്രത്യ അമൂർച്ഛയത്. സഹ അദ്ദേഹം അഭ്യ ജലത്തിൽ നിന്ന് ഏവ പുരുഷനെ സമുദ്രദ്യ അതിനെ വലിച്ചെടുത്ത് അമൂർച്ഛയത് രൂപപ്പെടുത്തി. പിന്നീട് അദ്ദേഹം ജലത്തിൽ നിന്നും പുരുഷനെ സൃഷ്ടിച്ചു. നാലാമത്തെ മന്ത്രം. തമഭ്യതപത് തസ്യ അഭിതപ്തസ്യ മുഖം നിരഭിത്യത യഥാണ്ഡം മുഖാത് വാക് വാചോ അഗ്നിഹി. തമഭ്യതപത് തസ്യ അഭിതപ്തസ്യ മുഖം നിരഭിദ്യത യഥാണ്ഡം മുഖാത് വാക് വാചോ അഗ്നിഹി. തുടർന്ന് തം അഭ്യതപത് ചൂടുപിടിപ്പിച്ച തസ്യ അതിന്റെ അഭിതപ്തസ്യ ആ ചൂടേറ്റ് മുഖം നിരഭിദ്യത് മുഖം പിളർന്നു. മുഖത്തിൽ നിന്ന് വാക്കിൽ നിന്ന് അഗ്നി ഉണ്ടായി. അപ്പൊ അദ്ദേഹം ഗാഠമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിൽ നിന്നും ഒരു അണ്ഡത്തിൽ എന്നതുപോലെ വായയുടെ രൂപത്തിൽ ഒരു വിള്ളൽ പ്രത്യക്ഷപ്പെട്ടു. തുടർന്ന് വായിൽ നിന്നും വാക്കിൽ നിന്ന് അഗ്നിയും ഉണ്ടായി. അപ്പൊ സൃഷ്ടി ഓരോന്നോരോന്നുണ്ടായി വന്ന് പറഞ്ഞു തുടങ്ങുകയാണ്. ആദ്യം പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറയുകയുണ്ടായി അല്ലേ? ആ പഞ്ചമഹാഭൂതങ്ങളെ മുൻനിർത്തി അഭ്യ ഏവ ജലത്തിന്റെ മുഖ്യ സഹായത്തോടുകൂടി ഒരു രൂപത്തെ സൃഷ്ടിച്ചു. ജലം ഉണ്ടെങ്കിലേ രൂപം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? ഷേപ്പ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. മറ്റു ഭൂതങ്ങളെയൊക്കെ ഇപ്പൊ ആകാശം, വായു, അഗ്നി, ഭൂമി ഇതൊക്കെ ഉണ്ടെങ്കിലും ജലത്തെയാണ് സൃഷ്ടിക്ക് മുഖ്യമായിട്ടും ആശ്രയിച്ചത്. അതായത് ജലമാണ് പദാർത്ഥങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. ജലത്തിന്റെ സാന്നിധ്യത്തിലാണ് രൂപത്തിന് നിലനിൽപ്പുണ്ടാവുന്നത്. നമ്മളൊക്കെ ഇങ്ങനെ സ്റ്റഡി ആയിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ശരീരത്തിന്റെ മുഖ്യ ഭാഗവും ജലമാണല്ലേ? ഡെഡ് ബോഡി ആയി കഴിഞ്ഞ ഒരു 2 ദിവസം വെറുതെ നിലത്തുകൊണ്ട് ഇട്ട് നോക്കൂ,
ആ ജലമൊക്കെ ഇങ്ങനെ ഭൂമിയിലേക്ക് ഒഴുകാൻ തുടങ്ങും അല്ലേ? ഏതാനും ദിവസം കൊണ്ട് ആ ജലാംശം മുഴുവൻ പോയി കഴിയുമ്പോഴോ ഇത് ശുഷ്കിച്ചു പോകും. അപ്പൊ സമസ്തവും ജലപ്രാധാന്യമുള്ളതാണ്. എന്തിനറിയാം, ഈ ഭൂമി പോലും കുറച്ചു ഭാഗേ ഭൂമിയുള്ള, ബാക്കി 3/4 ഭാഗം ജലമാണല്ലേ. അപ്പൊ ആ ജലത്തിന്റെ സഹായത്തോടുകൂടി അദ്ദേഹം ആദ്യം ഒരു രൂപത്തെ സൃഷ്ടിച്ചു. ആ രൂപമാണ് വിരാട് പുരുഷൻ. വിരാട് പുരുഷനായിട്ടില്ല ശരിക്കും, അതിനുള്ള സാധ്യത ഇപ്പൊ ആദിമ സൂക്ഷ്മതലത്തിലാണല്ലോ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളൊരു സ്വപ്നം കാണും. സ്വപ്നം കാണുന്നത് ഏതായാലും ഈ കണ്ണുകൊണ്ടല്ല, അത് വേറെ കണ്ണ് സ്വപ്നം കാണുന്നത് അല്ലേ. ഇപ്പൊ ഇവിടെ നമ്മൾ അർദ്ധരാത്രിയിലാണ് നമ്മൾ സ്വപ്നം കാണുന്നത് വിചാരിക്കുക. പക്ഷെ സ്വപ്നത്തിൽ നമ്മൾ പകല് കാണുന്നു. അപ്പൊ സ്വപ്നത്തിൽ കണ്ട പകല്, ആ പകല് കണ്ട സൂര്യൻ ഈ കണ്ണുകൊണ്ടാണോ കാണുന്നത്? ഒരിക്കലുമല്ല. അവിടുത്തെ സൂര്യൻ സൂക്ഷ്മ സൂര്യനാണ്. പക്ഷെ കാണുമ്പോഴോ യഥാർത്ഥ സൂര്യനെ പോലെയാണ് കാണുന്നത്. അപ്പൊ സ്വപ്നത്തിൽ നിങ്ങൾ കാണുന്നത് മുഴുവൻ സൂക്ഷ്മമാണ്, സ്ഥൂലമല്ല. സ്ഥൂലം പോലെ തോന്നുകയുമാണ്. സ്വപ്നം കാണുന്ന സമയത്ത് ആർക്കെങ്കിലും തോന്നാറുണ്ടോ സ്വപ്നമാണെന്ന്? എന്നല്ല നമ്മൾ സ്വപ്നത്തിൽ നിർവചനമൊക്കെ കണ്ടു അല്ലേ. അപ്പോ ആ സമയത്ത് അത് പൂർണ്ണമായിട്ട് യാഥാർത്ഥ്യമായിട്ടാണ് തോന്നുന്നത്. അതുപോലെ രൂപം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന രൂപമല്ല, സൂക്ഷ്മതലത്തിൽ ആദ്യം ഉണ്ടാക്കി. അതൊരു മനോഹരമായ സങ്കല്പമാണ്. തം അഭ്യതപത. അതിനുള്ള സാധ്യതകളൊക്കെ ഒരുമിച്ച് വന്നപ്പോൾ അദ്ദേഹം അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ തുടങ്ങി. ഏകാഗ്രതയോടുകൂടി ഒരു വിഷയത്തിന്റെ ചിന്തയാണ് തപസ് എന്ന് പറയുന്നത്. ഒരേ കാര്യം തന്നെ ഏകാഗ്രമായി അല്ലേ. ഏകാഗ്രം മനസ്സിനെ ഒന്നിലേക്ക് കൊണ്ടുവരിക. ഇപ്പൊ നമ്മളൊരു നൂല് സൂചിയുടെ ഉള്ളിലേക്ക് കയറ്റണമെങ്കിൽ എന്താ ചെയ്യുക? അതിന്റെ ആ നൂലിന്റെ അറ്റമൊക്കെ പലതായിട്ട് വിടർന്നിരിക്കുകയാണ് അല്ലേ. വെള്ളത്തിലേക്ക് മുക്കും, അപ്പൊ ഏകാഗ്രമാവും, ചേറും അല്ലേ. ഇതുപോലെ ഇപ്പൊ മനസ്സേ അത് പലയിലേക്കും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഏകാഗ്രം. ഇതാണ് ശരിക്കും തപസ്. ആ ഏകാഗ്ര ചിന്തയോടുകൂടി ഒരു വിഷയത്തിന്റെ ചിന്തയെ പറ്റി, ആ ചിന്തയിൽ നിന്നും ചിലത് ഉരുത്തിരിഞ്ഞു. ഇവിടെ പറയുന്നു, ഏത് പ്രകാരമാണോ ഒരു പക്ഷിയുടെ മുട്ട ഏതാനും ദിവസം തള്ളപ്പക്ഷിയുടെ ചൂടേറ്റു കഴിഞ്ഞാൽ അത് വിരിഞ്ഞ് അതിൽ നിന്നും കുഞ്ഞുങ്ങൾ ആവിർഭവിക്കുന്നത്, അതുപോലെ ഈ പ്രപഞ്ചം ഉണ്ടാവുന്നതിന് മുമ്പേ അതിന്റെ സൂക്ഷ്മതലം, അതിനെ അവ്യാവൃതം എന്നാ പറയുന്നത്. ആ അവ്യാവൃതത്തിൽ നിന്നും അവ്യക്തത്തിൽ നിന്നും അദ്ദേഹം വ്യക്തമായി. എപ്രകാരമാണോ മുട്ടയിൽ നിന്നും അതിന്റെ കുഞ്ഞു പുറത്തേക്ക് വന്നത്, അതുപോലെ. അപ്പൊ ആദ്യം പുറത്തേക്ക് വന്നത് എന്താണ്? മുഖം നിരഭിത്യത. ഇപ്പൊ മുട്ടയൊക്കെ പൊട്ടിക്കഴിഞ്ഞാല് ആദ്യം ചുണ്ട പുറത്തേക്ക് വരും അല്ലേ. മുഖം നിരഭിത്യത, മുഖം പുറത്തേക്ക് വന്നു. അപ്പൊ സൃഷ്ടിയിൽ മുഖമാണ് ആദ്യം പുറത്തേക്ക് വരുന്നത്. അതിൽ നിന്ന് വാക്കു പുറത്തേക്ക് വന്നു. ശബ്ദമാണ് പിന്നീട് പുറത്തേക്ക് വരിക. നമ്മൾ ഈ ലോകത്തേക്ക് വന്നു എന്നുള്ള പ്രഖ്യാപനം നടത്തുകയാണ് അല്ലേ. അപ്പൊ ആദ്യം നമ്മുടെ തലയിൽ പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്? കരയാൻ തുടങ്ങും. അതാണ് നമ്മുടെ പ്രഖ്യാപനം അല്ലേ. എന്താ, ഒരു പുതിയ അവകാശം ഇവിടെ വന്നിരിക്കുന്നു. വാക്ക് പുറത്തേക്ക് വന്നു. ആദിയിൽ വചനമുണ്ടായെന്നൊക്കെ ബൈബിളിൽ പറയുന്നില്ലേ. അത് ഇതാ ഉണ്ടായ. അപ്പൊ നമ്മൾ വരുമ്പോൾ തന്നെ വാക്കുണ്ടായി. കരഞ്ഞുകൊണ്ട് വന്നു. കരഞ്ഞില്ലേ അടിച്ചു കരയിപ്പിക്കും അല്ലേ. ഇനി കരഞ്ഞില്ലെങ്കിൽ തീർന്നോളൂ, അപ്പോഴത്തന്നെ കഴിഞ്ഞിട്ടുണ്ടെന്ന്. വാചോ അഗ്നിഹി. വാക്കുണ്ടായി. വാക്കിൽ നിന്നും അഗ്നിയുണ്ടായി. വാക്കിൽ നിന്നാണ് അഗ്നി ഉണ്ടാകുന്നത്. അഗ്നിയാണ് വാക്കിനെ നിയന്ത്രിക്കുന്നത്. അതാണ് ചിലപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി സംസാരിക്കുക പറയല് ചൂടാവരുത്.
അപ്പൊ ഇവിടെ ഓരോ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നത് ഓരോ ദേവതകളാണ്. വാക്കിന്റെ ദേവത അഗ്നിയാണ്. ഓരോ ഇന്ദ്രിയത്തിനും ഇതുപോലെ ഓരോ ദേവതകളുണ്ട് അല്ലേ? എന്താ ദേവത എന്ന വാക്കിന്റെ അർത്ഥം? ദിവ് എന്ന ധാതുവിൽ നിന്നാണ് ദേവൻ എന്ന പദം വന്നിരിക്കുന്നത്. പ്രകാശിപ്പിക്കുന്നവർ, പ്രകാശം തരുന്നവർ എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം. അപ്പൊ നമ്മുടെ ഓരോ ഇന്ദ്രിയങ്ങളെയും പ്രകാശിപ്പിക്കുന്നത് ഓരോ ദേവതകളാണ്. കണ്ണെന്ന ഇന്ദ്രിയത്തെ പ്രകാശിപ്പിക്കുന്നത് സൂര്യദേവൻ. നാവ് ഒരേ സമയത്ത് തന്നെ ജ്ഞാനേന്ദ്രിയവുമാണ് കർമ്മേന്ദ്രിയവുമാണ്. ജ്ഞാനേന്ദ്രിയമാകുമ്പോൾ രുചി അറിയും. രുചി അറിയാൻ നമ്മളെ സഹായിക്കുന്ന ദേവത ആരാണ്? വരുണദേവൻ അല്ലേ? ജലത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിലേ നമുക്ക് രുചി അറിയാൻ സാധിക്കുള്ളൂ. ഇതേ നാവ് തന്നെ ഒരു കർമ്മേന്ദ്രിയമായിട്ട് മാറുമ്പോൾ നമ്മൾ അതിനെ വിളിക്കുന്ന പേര് ജിഹ്വ എന്നാണ്. ജിഹ്വ. ആ ജിഹ്വയുടെ തൊഴിലാണ് വാക്കിനെ പ്രദാനം ചെയ്യുക. അപ്പൊ ഏത് ദേവനെ അനുഗ്രഹിക്കുന്നത്? ഇപ്പൊ പറഞ്ഞ അഗ്നിദേവനാണ് അനുഗ്രഹിക്കുന്നത്. വാക്ക് അഗ്നിയായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഇതുപോലെ ത്വക്കിൽ സ്പർശം അറിയണമെങ്കിൽ വായുദേവൻ അനുഗ്രഹിക്കണം. ഈ ശബ്ദം നിങ്ങളുടെ ചെവിയിലേക്ക് വരണമെങ്കിൽ ആകാശദേവൻ അനുഗ്രഹിക്കണം അല്ലേ? ഓരോരോ ദേവതകള് അതിനെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ ആ ദേവതകളൊക്കെ എങ്ങനെയാ വന്നതെന്നാണ് ഇപ്പൊ ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പൊ ഇതിന്റെ മൂലം നമ്മുടെ ഈ ഉപനിഷത്താണ്. ഓരോ ദേവതകളും എങ്ങനെയാണ് ഇങ്ങനെ നമ്മളെ അനുഗ്രഹിക്കാന്ന് പറയുന്നത്. ഓക്കെ, ഇനി നാസികയുടെ കാര്യം പറയാം. നാസികേ നിരഭിത്യേതാം നാസികാഭ്യാം പ്രാണഃ പ്രാണാത് വായുഃ നാസികേ നിരഭിത്യേതാം നാസികാഭ്യാം പ്രാണഃ പ്രാണാത് വായുഃ നാസികേ, നാസികാദ്വാരങ്ങൾ നിരഭിത്യേതാം ഉയർന്നു വന്നു. നാസികാഭ്യാം, ഈ നാസികാദ്വാരങ്ങളില്, രണ്ട് നാസികാദ്വാരത്തില് നിന്നും പ്രാണഃ, പ്രാണാൻ, പ്രാണൻ ഉയർന്നു വന്നു. പ്രാണാത്, പ്രാണനിൽ നിന്നും വായു. അപ്പൊ പിന്നീട് ഈ വിരാട് പുരുഷന്റെ നാസികാദ്വാരങ്ങൾ വന്നു ചേർന്നു. നാസികാദ്വാരത്തിൽ നിന്ന് ഗന്ധവും ഘ്രാണശക്തിയും അതിൽ നിന്ന് വായുവും ആവിർഭവിച്ചു. തുടർന്ന് അടുത്തത് അക്ഷീണി നിരഭിത്യേതാം അക്ഷിപ്യാം ചക്ഷുഃ ചക്ഷുഷ ആദിത്യഃ അക്ഷീണി നിരഭിത്യേതാം അക്ഷിപ്യാം ചക്ഷുഃ ചക്ഷുഷ ആദിത്യഃ അക്ഷീണി കണ്ണുകൾ നിരഭിത്യേതാം ഉണ്ടായി. എന്ത്? അക്ഷിപ്യാം, ആ കണ്ണുകളിൽ നിന്നും ചക്ഷുഹു കാഴ്ചശക്തി ഉണ്ടായി. അതിനുവേണ്ടി ആദിത്യഃ, അതിന്റെ ദേവതയായിട്ട് ആദിത്യൻ, സൂര്യൻ. അപ്പോ കണ്ണുകൾ ഇങ്ങനെ വേർതിരിഞ്ഞുണ്ടായി, രണ്ട് കണ്ണുകൾ. ആ കണ്ണുകളിൽ നിന്നും കാഴ്ചശക്തി ഉടലെടുത്തു. കാഴ്ചശക്തിയിൽ നിന്നും ആദിത്യനും ദേവത. തുടർന്ന് കർണം, ചെവി. കർണൗ നിരഭിത്യേതാം കർണാഭ്യാം ശ്രോത്രം ശ്രോത്രാത് ദിശഃ കർണൗ നിരഭിത്യേതാം കർണാഭ്യാം ശ്രോത്രം ശ്രോതാത് ദിശഃ കർണൗ, കർണങ്ങൾ. നിരഭിത്യേത, പൊട്ടിപ്പുറപ്പെട്ടു. കർണാഭ്യാം, കർണങ്ങളിൽ നിന്ന് ശ്രോത്രം, ശ്രവണശക്തി. ശ്രോത്രാത്, ശ്രവണശക്തിയിൽ നിന്നും ദിശഃ, ദിക്കുകളുണ്ടായി. അപ്പൊ കർണമുടലെടുത്തു. കർണത്തിൽ നിന്നും ശ്രവണവും ശ്രവണത്തിൽ നിന്ന് ദിക്കും തുടർന്ന് ഉണ്ടായി. ഇനി എന്റെ വ്യാഖ്യാനം നോക്കാം. അപ്പൊ ആദ്യം നാസികയിൽ നിന്നും നിരഭിത്യേത ഉടലെടുത്തു. എന്റെ എപ്രകാരമാണോ അണ്ടത്തിൽ നിന്നും
മുഖം ഉണ്ടായത് അതുപോലെ ശ്വസനേന്ദ്രിയമായ മൂക്ക് പ്രത്യക്ഷപ്പെട്ടു. നാസികാഭ്യാം പ്രാണഹ, ആ നാസികയിൽ നിന്നും പ്രാണൻ ഉണ്ടായി. ഇവിടെ നിലനിൽക്കുന്നതായ ഊർജസ്രോതസ് പ്രാണവായു, പ്രാണാത് വായുഹോ, പ്രാണനിൽ നിന്നും വായു ഉണ്ടായി. വായുവാണ് സമസ്ത ജീവജാലങ്ങളെയും ഇവിടെ പ്രത്യക്ഷമായിട്ട് നിലനിർത്തുന്നത്. തുടർന്ന് കണ്ണ് പ്രത്യക്ഷപ്പെട്ടു. അക്ഷീണി നിരഭിത്യതാം, ആ കണ്ണുകളിൽ നിന്നും കർണാഭ്യാം, കണ്ണ് കേവലം ഒരു ഉപാധി മാത്രമാണ്. അത് മാത്രം കിട്ടിയിട്ട് ഒരു കാര്യവുമില്ല, കാഴ്ചശക്തി വേണം അല്ലേ. അക്ഷിഭ്യാം ചക്ഷുഹോ, കണ്ണിൽ നിന്നും പവർ ഓഫ് വിഷൻ, കാഴ്ചശക്തി ഉണ്ടായി. ചക്ഷുഷ ആദിത്യ, ആ കാഴ്ചശക്തിയെ നിയന്ത്രിക്കുന്നത് ആദിത്യനാണ്. ആദിത്യന്റെ അനുഗ്രഹത്താലാണ് സമസ്ത ജീവജാലങ്ങൾക്കും ദർശനശേഷിയുണ്ടായത്. പിന്നെയോ ചെവികൾ പ്രത്യക്ഷപ്പെട്ടു. കർണവും നിരപ്പിത്യത, ആ കർണങ്ങളിൽ നിന്നും ശ്രവണശക്തി ഉണ്ടായി. അതിൽ നിന്നും ദിക്കുണ്ടായി, ദിക് ദേവത, സ്പേസ്. അപ്പൊ സ്ഥലത്തിന്റെ സാന്നിധ്യത്തിലാണ് നമ്മൾ ശബ്ദത്തെ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ 4 പാഠം നോക്കൂ അല്ലേ. എവിടെ നിന്നായി ശബ്ദം വന്നത്? ദിക്ക്. അപ്പൊ ശബ്ദം സഞ്ചരിക്കുവാനായിട്ട് സ്പേസ് ആവശ്യമുണ്ട്. അങ്ങനെ ശ്രോത്രത്തിൽ നിന്നും ദിക്കുണ്ടായി. അതായത് ജീവനും ജഗത്തും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. നമ്മുടെ കണ്ണും ആദിത്യനും ഒന്നാണ്, നിങ്ങളുടെ വാക്കും അഗ്നിയും ഒന്നാണ്, നിങ്ങളുടെ ചെവിയും ആകാശവും ഒന്നാണ്. തുടർന്ന് ത്വം നിരഭിത്യത ത്വചോ ലോമാനി ലോമഭ്യ ഔഷധി വനസ്പതയഃ ത്വം നിരഭിത്യത ത്വചോ ലോമാനി ലോമഭ്യ ഔഷധി വനസ്പതയഃ. പിന്നീട് ചർമ്മം വേർതിരിഞ്ഞുണ്ടായി. ചർമ്മത്തിൽ നിന്ന് രോമവും രോമത്തിൽ നിന്ന് ഔഷധികളും വൃക്ഷങ്ങളും ഉണ്ടായി. തുടർന്ന് അടുത്തത് ഹൃദയം നിരഭിത്യത ഹൃദയാൻ മനോ മനസശ്ചന്ദ്രമാഃ ഹൃദയം നിരഭിത്യത ഹൃദയാൻ മനഃ മനസശ്ചന്ദ്രമാഃ. അപ്പൊ ഹൃദയം ഉയർന്നു വന്നോ, ഹൃദയത്തിൽ നിന്നും മനസ്സും മനസ്സിൽ നിന്നും ചന്ദ്രനും ഉണ്ടായി. തുടർന്ന് നാഭിർനിരഭിത്യത നാഭ്യ അപാനഃ അപാനാൻ മൃത്യുഃ നാഭിർനിരഭിത്യത നാഭ്യ അപാനഃ അപാനാൻ മൃത്യുഃ. അപ്പൊ പിന്നീട് നാഭി പൊട്ടിപ്പുറപ്പെട്ടു. നാഭിയിൽ നിന്നും അപാനനും അപാനനിൽ നിന്നും മൃത്യുവും ഉണ്ടായി. അപ്പൊ ഇവിടെ ത്വക്ക് ആവിർഭവിച്ചു എന്നാ പറയുന്നത്. ത്വക്കിൽ നിന്നും രോമാനി രോമങ്ങളുണ്ടായി. അതിൽ നിന്നുള്ള ബാഹ്യപരമായ വനസ്പതികളും വൃക്ഷങ്ങളുമൊക്കെ ഉണ്ടായത്. നമ്മുടെ ത്വക്കിനെ നിയന്ത്രിക്കുന്നത് ബാഹ്യപരമായ വനമാണ്. പ്രകൃതിയായിട്ട് ബന്ധപ്പെട്ടത് അങ്ങനെയാണ്, രോമങ്ങൾ അല്ലേ. പിന്നീട് ഹൃദയം ഉത്ഭവിച്ചു. ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മുടെ രക്തചംക്രമണത്തിന്റെ ഉള്ള ഒരു ഉപകരണം മാത്രമല്ല,
നമ്മുടെ വികാരങ്ങളുടെ ആവാസകേന്ദ്രം. ഞാൻ 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 എപ്പോഴും വ്യവഹരിക്കുന്ന ആളില്ലേ, അതെ. ആ ഹൃദയത്തിൽ നിന്നും മനസ്സുണ്ടായി. മനസ്സിന്റെ അധിഷ്ഠാനദേവൻ ചന്ദ്രനുണ്ടായി. അതിന്റെ ബാഹ്യപ്രകടനങ്ങളാണ് നമുക്കറിയാം. അമാവാസിയും പൗർണമിയും ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ പലപ്പോഴും പ്രക്ഷുബ്ധതയൊക്കെ ഉണ്ടാവുന്നത് അല്ലേ? പ്രത്യേകിച്ച് മാനസികമായിട്ട് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കൊക്കെ ആ സമയത്ത്. കാരണം ചന്ദ്രനാണ് നിയന്ത്രിക്കുന്നത്. ഇനി വിരാട് പുരുഷന്റെ നാഭി ഉണ്ടായി. നാഭിയിൽ നിന്നും അപാനൻ ഉത്ഭവിച്ചു. നമ്മുടെ ശരീരത്തിന്റെ ദഹന പ്രക്രിയയ്ക്ക് ശേഷം അവശേഷിക്കുന്ന പദാർത്ഥങ്ങളെ പുറന്തള്ളുന്ന വായുവാണ് അപാനൻ. എന്തൊക്കെയാ വായുവിന്റെ ധർമ്മങ്ങൾ? പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ അല്ലേ? അപ്പൊ പ്രാണൻ ഉള്ളിലേക്ക് കൊണ്ടുപോവാണ്. പ്രാണവായു എല്ലാത്തിനെയും ഉള്ളിലേക്ക് എല്ലാത്തിനും ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത് പ്രാണന്റെ സഹായം. ഉള്ളിലെത്തിയതിനു ശേഷം അത് പുറത്തേക്ക് നമ്മളിപ്പോ ഉള്ളിലേക്ക് കഴിക്കുന്നു. ആ കഴിക്കുന്ന അവിടെ പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് കീഴ്പോട്ടൊരു വായു വേണം ഇല്ലേ? അല്ലെങ്കിൽ വൊമിറ്റ് ചെയ്യും നമ്മള്. അപ്പൊ അതിന്റെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത് അല്ലേ? അപാനൻ. അതില്ലാത്ത പിന്നെ ആവശ്യമില്ലാത്തതൊക്കെ പുറന്തള്ളുന്നത് അപാനനാണ്. വലിയൊരു ധർമ്മമാണ് അത് ചെയ്യുന്നത് അപാനൻ. അപാനനിൽ നിന്നും മൃത്യു ഉണ്ടായി. ഈ ശരീരത്തിൽ നിന്നും വേറൊരു ശരീരത്തിലേക്കുള്ള പ്രയാണം, മൃത്യു. അത് മൃത്യുവിന്റെ ഒരു വലിയ ദയയാണല്ലേ? അപ്പൊ മൃത്യു ഭയപ്പെടേണ്ട ആളാണോ? മൃത്യു ദേവതയാണ് നമുക്ക്. ഈ മൃത്യു നമ്മുടെ ഉപനിഷത്ത് സാഹിത്യത്തിലെ ഗുരുനാഥനാണല്ലേ? കഠോപനിഷത്തിലെ. അതുകൊണ്ടാണ് ഭഗവാൻ ശങ്കരാചാര്യ കഠോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ തുടക്കത്തിൽ തന്നെ മൃത്യുദേവനെ സ്മരിച്ചുകൊണ്ടാണ്. അതിന്റെ വ്യാഖ്യാനം തുടക്കത്തിൽ എങ്ങനെയാണ്? ഓം നമോ ഭഗവതേ വൈവസ്വതായ മൃത്യുവേ ബ്രഹ്മവിദ്യാചാര്യായ നചികേതസ്യേച എന്ന് പറഞ്ഞിട്ടാണ്. വൈവസ്വതൻ സൂര്യന്റെ പുത്രനായ മൃത്യുദേവനും ബ്രഹ്മവിദ്യാചാര്യനുമാണ് അദ്ദേഹം. അതുപോലെ നചികേതസ് കേൾക്കാൻ വന്ന ശിഷ്യനുള്ളത് കൊണ്ടാണ്, നചികേതസ് ഉള്ളതുകൊണ്ട് അത് കേൾക്കാൻ സാധിച്ചല്ലേ? രണ്ടുപേർക്കും നമസ്കാരം പറഞ്ഞുകൊണ്ടാണ്. ഉത്തരകാശിയിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? അല്ലേ? പോണം. നമ്മുടെ സ്ഥലങ്ങളൊക്കെ കാണാം. നമ്മുടെ പ്രധാന ആശ്രമമാണ് അല്ലേ? അപ്പൊ ഉത്തരകാശിയില് നമ്മുടെ ആശ്രമത്തിന്റെ അവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ ബസ്സിന് പോവാം. ബസ്സിനും ജീപ്പിനൊക്കെ പോവാം. അവിടെ വരെ നമുക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു 5 കിലോമീറ്റർ വനത്തിലൂടെ നടക്കണം. കൊടും വനമാണ്. നല്ല രസമാണ് ആ യാത്ര. ഞാനൊരു 2 മാസം മുമ്പ് ആദ്യമായിട്ട് അവിടെ പോകുന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ നചികേതാൾ എന്നൊരു സ്ഥലമുണ്ട്. വലിയൊരു തടാകമാണത്. വലിയൊരു കുളം, നിറയെ മത്സ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അത് നമുക്കിങ്ങനെ കോരിയെടുക്കാം. അതുപോലെ വലിയ മത്സ്യങ്ങളാണ്. അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ ഈ 2-3 മാസം ഐസായി പോവുക വെള്ളമില്ലേ? ഇപ്പൊ ഡിസംബർ ജനുവരി മാസമൊക്കെ അവിടെ കൊടും തണുപ്പാണ്. പക്ഷെ അതങ്ങനെ എങ്ങനെ അവിടെ വസിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു മഹാത്മാവ് ജീവിക്കുന്നുണ്ട്. അതാണ്. കുറച്ച് പശുക്കളൊക്കെ, ഏതാനും പശുക്കളൊക്കെ ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക്, 2 സേവക്സ് ഒക്കെ ഉണ്ട്. അദ്ദേഹം ഒറ്റയ്ക്ക്. വലിയൊരു സാധു മഹാത്മാവാണ്. അധികം സംസാരിക്കുകയൊന്നുമല്ല. അപ്പൊ ഈയിടയ്ക്ക് തന്നെ അറിഞ്ഞ അദ്ദേഹം ഗുജറാത്തിലെ ഏതോ വലിയൊരു കോടീശ്വരനൊക്കെ ആയിരുന്നു. എല്ലാം വിട്ട് ഇവിടെ വന്ന് ഇരിക്കുന്നയാളാണ്. ഒരു ചെറിയൊരു കുടിലൊക്കെ കെട്ടി അദ്ദേഹം അവിടെ താമസിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തൊരു ഗുഹയുണ്ട് ഈ ആശ്രമത്തിന്റെ പിന്നിലാട്ടെ. അവിടെയാണത്തെ നചികേതസ് യമധർമ്മരാജാവ് പ്രത്യക്ഷപ്പെട്ട് നചികേതസിന് ശ്രേഷ്ഠമായ ഈ ജ്ഞാനം പകർന്നു കൊടുത്ത സ്ഥലം. അതുകൊണ്ടാണ് നചികേതാൾ. എന്തെങ്കിലുമൊക്കെ പോവും ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ. നചികേത. അപ്പൊ മൃത്യു ആധ്യാത്മിക ആചാര്യനാണ്. നാഭിയിൽ നിന്നും അപാനൻ ഉണ്ടായി. അപാനിൽ നിന്നും മൃത്യു ഉണ്ടായി. തുടർന്ന് ശിശ്നം നിരഭിത്യത
ശിശ്നാത് രേതഃ രേതസാ ആപഃ ശിശ്നം നിരഭിത്യത ശിശ്നാത് രേതഃ രേതസാ ആപഃ. പ്രത്യുൽപാദന ഇന്ദ്രിയം പൊട്ടിപ്പുറപ്പെട്ടു. അതിൽ നിന്നും ബീജവും ബീജത്തിൽ നിന്നും ജലവും ഉടലെടുത്തു. രേതസ്സിനെ ബീജത്തിനെ വഹിക്കുന്നതായ ബാഹ്യശക്തിയാണ് ജലം. അതായത് നമ്മുടെ ശരീരത്തെ നിലനിർത്താൻ വേണ്ട അവശ്യ ഘടകങ്ങള് ജീവനും ജലവും. ഈ പറയുന്നതായ അഗ്നിയും ആകാശവും ജലവും ഒക്കെ നമ്മിൽ നിന്നും ഒട്ടും ഭിന്നമല്ല എന്ന് കാണിക്കുകയാണ്. പ്രശസ്ത ചിന്തകനായ ജെ കൃഷ്ണമൂർത്തി കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ഒരു ബുക്കുണ്ട്, യു ആർ ദ വേൾഡ് എന്നാണ് അതിന്റെ പേര്. നിങ്ങളാണ് ലോകം. ബുക്കിന്റെ ടൈറ്റിൽ തന്നെ അങ്ങനെയാണ്. വായിച്ചാൽ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് അതിന്റെ എല്ലാ ബുക്കും. അത് വേറെ കാര്യം. നോക്കൂ, ഈ ആശയങ്ങൾ അദ്ദേഹം ഈ വർണ്ണിച്ചിട്ടുണ്ട്, ഈ ആശയങ്ങളൊക്കെ അതിൻ്റെ അകത്ത്. പക്ഷെ എത്ര അനായാസകരമായിട്ട് എത്രയോ യുഗങ്ങൾക്ക് മുമ്പ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നില്ലേ. നമ്മള് സാധാരണ എല്ലാം കഴിഞ്ഞാൽ പറയാറുണ്ട്, മനുഷ്യ നീ മണ്ണാവുന്നു, മണ്ണിലേക്ക് മടങ്ങുക എന്നൊക്കെ പറയാറുണ്ട്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ബന്ധം, എല്ലാത്തിനും ഒരു ക്രമമുണ്ടല്ലേ. ആ ക്രമമാണ് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം വാക്കുണ്ടായി, അവസാനം ശിശ്നം. നോക്കൂ ആ ക്രമം. സൃഷ്ടിയുടെ ആരംഭത്തിൽ വാക്ക്, ഉത്തമാംഗം ശിരസ്സാണല്ലേ വാക്ക്. അവസാനത്തെ പ്രാധാന്യമേ ഉൽപാദനേന്ദ്രിയത്തിനുള്ളൂ. മനുഷ്യജന്മത്തിൽ പ്രത്യുൽപാദന കാര്യങ്ങൾക്ക് ഏറ്റവും അവസാനമാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഈ സെക്ഷൽ എനർജി, ലൈംഗിക ഊർജം പൂർണ്ണമാവുന്നത് അതിനു വേണ്ടി കുറെ നാൾ കാത്തിരിക്കുകയും വേണം. വേറൊരു ജന്മത്തിലും അതില്ല. മറ്റുള്ള ജീവജാലങ്ങളൊക്കെ ജനിച്ച് ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണ കഴിവ് വികസിക്കൂലേ. പക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സമയമെടുക്കുന്നു. കാരണം പൂർണ്ണതയിൽ എത്തിയ ജന്മമാണ് മനുഷ്യജന്മം. ഏറ്റവും ഉത്തമാംഗം ശിരസ്, വാക്ക്, കണ്ണ് ഇല്ലേ, ഓരോന്നോരോന്ന്, ഹൃദയം, നാഭി, ഇങ്ങനെ ഇങ്ങനെ പോയി ഏറ്റവും അവസാനം പ്രത്യുൽപാദന കാര്യങ്ങൾക്ക്. അതാണ് ഇവിടെ മാത്രമേ നമുക്ക് വിവേചന സാമർഥ്യമുള്ളൂ, നമ്മളെ കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ അല്ലേ. അതിനൊക്കെ പ്രയോറിറ്റി നൽകിയാണ് ആ സൃഷ്ടിയുടെ. പക്ഷികളും മൃഗങ്ങളോ നേരെ പാരലായിട്ടാണ് സൃഷ്ടി. എല്ലാത്തിനും തുല്യ പ്രാധാന്യം എവിടെയുള്ളൂ അല്ലേ. ഭക്ഷണം പോലെ തന്നെയാണ് അവർക്ക് ഉണ്ണാനും ഉറങ്ങാനും സന്തതികളും എല്ലാത്തിനും ഒരേ പ്രാധാന്യത. അപ്പൊ ഇങ്ങനെ ശ്രേഷ്ഠമായ സ്ട്രക്ചർ നമുക്ക് തന്നിട്ട് നമ്മൾ അവരെ പോലെ പെരുമാറാൻ പോയാലോ? അപ്പൊ അവരായിരിക്കും ഭേദം അല്ലേ. തുടർന്ന് രണ്ടാം ഭാഗം. താ ഏതാ ദേവതാഃ സൃഷ്ടാ അസ്മിൻ മഹത്യർണവേ പ്രാപതൻ തമശ്ശന പിപാസാഭ്യാം അന്വവർജത് താ ഏനമബ്രുവൻ ആയതനം നഹ പ്രജാനീഹി യസ്മിൻ പ്രതിഷ്ഠിത അന്നമതാമേതി താ ഏതാ ദേവതാ സൃഷ്ട്വാ അസ്മിൻ മഹത്യർണവേ പ്രാപതൻ തമശ്ശന പിപാസാഭ്യാം അന്വവർജത് താ
ഏനമബ്രുവൻ ആയതനം നഹ പ്രജാനീഹി യസ്മിൻ പ്രതിഷ്ഠിത അന്നമതാമേതി. അങ്ങനെ ഈ സൃഷ്ടി നിർവഹിച്ചതോടുകൂടി അവയെ മഹത്തായ സംസാര സമുദ്രത്തിൽ പതിപ്പിച്ചു. മഹത്യർണവം, മഹാസമുദ്രം, അതായത് സഹനത്തിൻ്റെയും അസ്വസ്ഥതകളുടെയും സംഘർഷങ്ങളുടെയും അതൃപ്തിയുടെയും ദുഃഖത്തിൻ്റെയും സങ്കടങ്ങളുടെയും എല്ലാം നിറഞ്ഞ ഒരു രംഗത്തേക്ക് ഈ ദേവന്മാരെയൊക്കെ കൊണ്ടിട്ടു. സൃഷ്ടിക്കപ്പെട്ടതോടുകൂടി അവർ ദേശത്തിലും കാലത്തിലും പതിച്ചു. മഹത്യർണവം. അങ്ങനെ പതിച്ചതോടുകൂടി അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടായി. മര്യാദക്ക് ഇരുന്നതാണ് അവിടെ, പക്ഷെ ഇതിലേക്ക് പതിച്ചതോടുകൂടി അവർക്ക് വിശപ്പും ദാഹവും ഉണ്ടായി. അസനാ പിപാസാഭ്യാം അന്യോർജത്. അതുകൊണ്ട് നമ്മെ പോലെ തന്നെയാണ് ഈ ദേവതകളുടെ അവസ്ഥയും. ഈ പ്രശ്നം വെക്കുന്ന ആൾക്കാരൊക്കെ പറയാറില്ലേ, എന്താ ആ ദേവതയ്ക്ക് അത് ഇഷ്ടാവില്ല, ഈ നിവേദ്യം വേണം അത് കൊടുക്കാനുള്ളത് അല്ലേ, അതിനല്ല എരിവുള്ളത് കൊടുക്കണം, ഇതിന് നല്ല സാത്വികമായിട്ട് കൊടുക്കണം. ഇക്കാര്യത്തിൽ നമ്മളെക്കാളും ഒക്കെ കഷ്ടമാണ് അവരുടെ സ്ഥിതി. അപ്പൊ സാധാരണ ദേവന്മാരുടെ സ്ഥിതി ഇതാണെങ്കിൽ ദേവേന്ദ്രന്റെ സ്ഥിതി അതിലും കഷ്ടമാണ്. അതിന് ഒട്ടും തൃപ്തിയില്ല, ഒന്നുകൊണ്ടും പോരാ. അതുകൊണ്ടാണ് നമ്മളെ പോലെ സാധാരണ ഒരാള് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടൊക്കെ ഈ ദേവതകളും അനുഭവിക്കുന്നു. നോക്കൂ, സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. മാറി സഞ്ചരിക്കാൻ അതിന് അധികാരമില്ല. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി ആലോചിച്ച് നോക്കൂ. അദ്ദേഹം വിചാരിക്കുക എന്നും ഇതേ, നാളെ ഇത്തിരി മോളിൽ പോയി ഓതി അയാൾക്ക് എന്തായിരിക്കും സ്ഥിതി? എല്ലാം ഐസായി പോവില്ലേ, തണുത്തു പോവും. ഇനി വേണ്ട, നാളെ കുറച്ചുകൂടെ താഴോട്ട് വന്നേക്കാം. അല്ലേ തന്നെ ചൂടായിട്ടിരിക്കാൻ പറ്റില്ല, നിമിഷം കരിഞ്ഞു പോവല്ല അല്ലേ? കൃത്യമായിട്ട് എന്നെ ബ്രഹ്മണത്തിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നു. നവഗ്രഹങ്ങള് എല്ലാം ഓരോ ദിശയിൽ ഇങ്ങനെ സഞ്ചരിച്ചു, പരസ്പരം നോക്കുക പോലും ഇല്ല അവരെ. അസനാ പിപാസ. സൃഷ്ടിക്കപ്പെട്ട ജീവികൾക്ക് വിശപ്പും ദാഹവും ഉണ്ടായി. അവരുടെ ഭൗതികമായ ആവശ്യമാണ്, അല്ലെങ്കിൽ അവർക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഇതൊക്കെ എല്ലാവരുടെയും പൊതുവായ ആവശ്യമാണ്. ഇപ്പൊ നമ്മുടെ രാജ്യത്തെ വേറൊരു രാജ്യം ആക്രമിക്കാൻ വന്നാൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉടനെ സപ്പോർട്ട് ചെയ്യും അല്ലേ? ഇപ്പോ ഇസ്രായേലില് നമുക്കടുത്ത അവിടെ ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പൊ ആ യുദ്ധം തുടങ്ങിയ പിറ്റേ ദിവസം തന്നെ ഗവൺമെന്റ് രാജിവെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ദേശീയ ഗവൺമെന്റ് രൂപീകരിച്ചു. പ്രതിപക്ഷ നേതാവിനെ ആഭ്യന്തരമന്ത്രിയാക്കി, പ്രതിരോധമന്ത്രി, അങ്ങനെ എല്ലാരും കൂടെ. കാരണം എന്താണ്? അതുവരെ ശരി, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പാർട്ടികൾ, പക്ഷെ ഒരു യുദ്ധം മറ്റൊരു രാജ്യം ആക്രമിച്ചാലോ എല്ലാവരും ഒന്നാവും അല്ലേ? ആ സമയത്ത് ഭാരതത്തിന്റെ സ്ഥിതി നമുക്കറിയാൻ പറ്റില്ല, പക്ഷെ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെയാണ് നമ്മള് അല്ലേ പുറത്തുള്ള ശത്രുക്കളെക്കാളും. അപ്പോ സൃഷ്ടിക്കപ്പെട്ട എല്ലാവരും കൂടി സൃഷ്ടാവിനെ സമീപിച്ചു. ഏനമബ്രുവൻ, എന്നിട്ട് ആവശ്യപ്പെട്ടു, ആയതനം നഹ പ്രജാനീഹി, ഞങ്ങൾക്ക് സ്ഥിരവാസം ചെയ്യുവാനായിട്ട് ഒരു ഇരിപ്പിടം തരൂ, പട്ടയം തരാൻ നാട്ടിലൊക്കെ പറയുന്ന പോലെ അല്ലേ? പുറമ്പോക്കിലൊക്കെ താമസിക്കുന്ന ഞങ്ങൾക്ക് അവകാശം വേണം, ഇരിപ്പിടം, ഒരു ആസ്ഥാനം തരൂ. കാരണം ഒരു ശരിയായ സ്ട്രക്ചർ ഇതുവരെ അവർക്ക് ആയിട്ടില്ല. ഇപ്പൊ സൂക്ഷ്മതലത്തിൽ വന്നിട്ടേ ഉള്ളൂ അല്ലേ? അതുകൊണ്ട് സൂക്ഷ്മതലത്തിലുള്ള സൃഷ്ടിയുടെ ഘടകങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് സ്ഥിരമായിട്ട് വസിക്കാനുള്ള ഒരു വാസസ്ഥാനം വേണം, നല്ലൊരു ഫ്ലാറ്റ് വേണം, അല്ലെങ്കിൽ സഞ്ചരിക്കാനായിട്ടൊരു വാഹനം വേണം. അപ്പൊ അദ്ദേഹം എന്താ വിചാരിച്ചത്? എന്തായാലും കൊണ്ടുവന്നു ഇവരെ,
ഇനിയിപ്പോൾ എന്താ ചെയ്യുക? നോക്കിയിരിക്കാൻ പറ്റില്ലല്ലേ? അതുകൊണ്ട് നമുക്ക് സഞ്ചരിക്കാനായിട്ടൊരു വാഹനം തരാൻ തീരുമാനിച്ചു. അതിനും ചോയ്സ് ഉണ്ട്. നോക്കാം ആദ്യം തന്ന വാഹനം ഏതാണ്. രണ്ടാം താഭ്യോ ഗാം ആനയത് താ അബ്രുവൻ നവൈ നോയം മലമിതി താഭ്യോ അശ്വമാനയത് താ അബ്രുവൻ നവൈ നഹ അയം അലമിതി താഭ്യോ ഗാം ആനയത് താ അബ്രുവൻ നവൈ നോയമലമിതി താഭ്യോ അശ്വമാനയത് താ അബ്രുവൻ നവൈ നഹ അയം അലമിതി. ഒരെണ്ണമൊക്കെ പിരിച്ചു തരാവേ പിന്നീട് നിങ്ങളല്ല. അപ്പൊ തീർച്ചയായിട്ടും അദ്ദേഹം സംസ്കാര സമ്പന്നനായ ഒരു പിതാവ് എന്ന നിലയിൽ ഗാം ആനയത് ഒരു പശുവിനെ കാണിച്ചു കൊടുത്തു. ഓർമ്മിക്കൂ, നമ്മുടെ സംസ്കാരത്തില് പശുവിന് എത്രമാത്രം പ്രാധാന്യം ഉണ്ടായിരുന്നു. സമസ്ത ദേവതകളും ഒരു പശുവിൽ സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ സംസ്കാരത്തിലൊക്കെ പ്രാധാന്യമല്ലേ? ഒരു ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുമ്പോൾ പശുവിനെ കണ്ടിട്ടില്ലേ? പശുവിനെയാണ് കണി കണ്ടിട്ട് കേട്ടത്. ഒരു ക്ഷേത്രത്തിൽ കുംഭാഭിഷേകം കഴിഞ്ഞാൽ പശുവിനെ കണി കാണിക്കണം. എല്ലായിടത്തും സൽക്കർമ്മങ്ങളിലൊക്കെ പശുവിന്റെ സാന്നിധ്യം. അപ്പൊ എന്തായാലും പശുവിനെ കാണിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. ആദ്യത്തെ സൃഷ്ടിയല്ലേ? ഉടൻ തന്നെ അവരെല്ലാവരും കൂടി നവൈ ന അയം അലമിതി, ഞങ്ങൾക്കിത് വേണ്ടേ വേണ്ട ഏക സ്വരത്തിൽ പറഞ്ഞു. അങ്ങനെ സൃഷ്ടാവിന്റെ പ്രഥമ സൃഷ്ടിയെ സൃഷ്ടിക്കപ്പെട്ടവർ തന്നെ തള്ളിക്കളഞ്ഞു. മക്കൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ളത് ഇന്നൊന്നും തുടങ്ങിയതല്ല, അന്നേയുണ്ട്. ആദ്യത്തെ സൃഷ്ടിയിൽ തന്നെ അച്ഛനെ അനുസരിച്ചില്ല. എന്തായാലും പശുവിനെ നിരസിച്ചു. തുടർന്ന് അശ്വം ആനയത്, കുതിരയെ കാണിച്ചു. കുതിരയാകുമ്പോ പശുവിനേക്കാളും നല്ല ഊർജ്ജസ്വലമുള്ള സാധനമാണ് അല്ലേ? കുതിര. പശു വളരെ സാത്വിക ജീവിയാണ്, കുതിര ഊർജ്ജസ്വലമാണ്. പക്ഷേ നിഷ്കരണം കുതിരയും അവർ നിരസിച്ചു. അലം അയമിതി. അപ്പൊ പശുവിനെയും കുതിരയും വേണ്ടെന്ന് വെച്ചു. അതായത് എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ മൃഗങ്ങൾക്കൊന്നും മനുഷ്യനുള്ളതുപോലെയുള്ള വിവേക സാമർഥ്യമില്ല. മേഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പശുവും ഇതുവരെ റിസർച്ച് ചെയ്യാൻ പോയിട്ടില്ല എന്തുകൊണ്ടാ ഈ പുല്ല് പച്ചയായിട്ടിരിക്കുന്നതെന്ന്. അതിനത് ആഹാരം മാത്രമാണ്. നിങ്ങൾ സ്നേഹപൂർവ്വം കൊടുത്താലും അവജ്ഞയോടുകൂടി കൊടുത്താലും ഒന്നും പ്രശ്നമില്ല, കിട്ടിയ ആഹാരം അത് കഴിക്കൂലേ. അപ്പൊ ഇതുപോലെ വ്യത്യസ്തങ്ങളായ പല ജീവജാലങ്ങളെയും കാണിച്ചിരിക്കാം, പക്ഷികളെയും മൃഗങ്ങളെയും. അതൊന്നും ഇവിടെ പറയുന്നില്ലെന്നേ ഉള്ളൂ, പക്ഷെ കാണിച്ചിരിക്കാം. പക്ഷെ അതിനെയൊക്കെ നിരസിച്ചു. അവസാനം അദ്ദേഹം മറ്റൊരു സൃഷ്ടിയെ കാണിക്കുകയാണ്. മൂന്നാമത്തെ താപ്യഃ പുരുഷമാനയത് താ അബ്രുവൻ സുഹൃതം വദേതി പുരുഷോ വാവ സുഹൃതം താ അബ്രവീത് യഥാ ആയതനം പ്രാവിശതേതി താപ്യഃ പുരുഷമാനയത് താ അബ്രുവൻ സുഹൃതം വദേതി പുരുഷോ വാവ സുഹൃതം താ അബ്രവീത് യഥാ ആയധനം
പ്രാവിശതേതി. അവസാനം സൃഷ്ടാവ് മനുഷ്യന്റെ രൂപം കാണിച്ചു കൊടുത്തു. മനുഷ്യന്റെ രൂപം കണ്ടതോടുകൂടി ഈ ദേവതകളെല്ലാവരും കൂടി സുഹൃതം വ്യതേതി, സുഹൃതമെന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ ഒരു രൂപം ഇതുവരെ കണ്ടിട്ടില്ല. എത്ര ഭംഗിയായിരിക്കുന്നു, എത്ര സുന്ദരമായിരിക്കുന്നു അല്ലേ? അപ്പൊ സുഹൃതം എന്ന് വെച്ചാൽ സത്കർമ്മങ്ങൾ ചെയ്തവർക്ക് മാത്രം കിട്ടേണ്ടതാണ്. സുകൃതം, നന്നായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ശരീരം ഇതിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരുപക്ഷെ പശുവിലും കുതിരയിലും ഒക്കെ നമ്മൾ പ്രവേശിച്ചിട്ടുണ്ടാവും. അവസാനമാണ് നമുക്ക് ഇങ്ങനെ ഒരു സുകൃതമായ ഒരു ശരീരം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം വിടുന്നതായ സമയത്ത് ഇതിലെ സൂക്ഷ്മ ഘടകങ്ങളൊക്കെ വീണ്ടും ഒരുമിച്ച് ചേരുന്നു അടുത്ത യാത്രയ്ക്ക്. ശ്രോത്രം ചക്ഷുസ്പർശനം ച രസനം ഘ്രാണമേവ ച അധിഷ്ഠായ മനശ്ചായം വിഷയാനുപസേവത. എവിടെയാണ്? പനഞ്ചാലിയാത്ര അല്ലേ? ഒരു പുഷ്പത്തിന്റെ ഗന്ധം എപ്രകാരമാണോ വായു സംഹരിച്ച് അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്, അതുപോലെ ഈ ശരീരത്തിൽ അഭിമാനിച്ചുകൊണ്ടിരിക്കുന്ന ജീവനെ കൊണ്ടുപോകുന്നു. താൻ ചെയ്തതായ കർമ്മങ്ങൾക്കനുസരിച്ചുള്ള ശരീരത്തിലേക്ക് സുഹൃതമായാലും ദുഷ്കൃതമായാലും അവന്റെ അവസാന ചിന്തയ്ക്കനുസരിച്ചുള്ള പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. അവസാന ചിന്തയാണ് അത് നിശ്ചയിക്കുന്നത് അല്ലേ? അങ്ങനെ പ്രവേശിക്കുന്ന രീതിയാണ് ഋഗ്വേദത്തിൽ ഐതരേയ ഋഷി പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അവസാനത്തെ ചിന്ത ഏറ്റവും നല്ല ശ്രേഷ്ഠമായ ചിന്തയായിരിക്കണം. ഇപ്പൊ 60 വയസ്സേ ഉള്ളൂ, 80 വയസ്സായിട്ട് ചിന്തിക്കാം എന്ന് വിചാരിക്കരുത്. നമ്മുടെ ഇതുവരെയുള്ള ചിന്തകളുടെ ആകത്തുകയാണ് അവസാന ചിന്തയായിട്ട് വരിക അല്ലേ? സദാസമയം പണം 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 എന്ന് വിചാരിച്ച അവസാന ചിന്ത അതേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഓരോ വിഷയങ്ങൾ, ചിലര് പേരക്കുട്ടിയായിരിക്കും വിചാരിക്കുക, ചിലർക്ക് നായ്ക്കുട്ടിയായിരിക്കും, അവസാനത്തെ ചിന്ത അതേ ഉള്ളൂ. ഇതിനാണ് നമ്മൾ ജഡഭരന്റെ ഒക്കെ ഉദാഹരണം പഠിക്കുന്നതല്ലേ, ഭാഗവതം പഠിക്കുന്നത്. അപ്പോ ആ രൂപത്തിലേക്ക്. അപ്പൊ സുഹൃതം ചെയ്തവർ മാത്രമാണ് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുന്നത്. പുരുഷോ വാവ സുഹൃതം, അത് ഉത്കൃഷ്ടമായ മനുഷ്യ ശരീരം കാണിച്ചിട്ട് പറഞ്ഞു. യഥാ ആയതനം പ്രാവിശതേതി, നിങ്ങൾ നിങ്ങളുടേതായ വാസസ്ഥാനത്തിൽ പ്രവേശിച്ചാലും അങ്ങനെ പ്രവേശിച്ചു വന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഇനി എങ്ങോട്ട് പോണം എന്ന് നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യവും നമുക്കുണ്ട്. ഇനി വേറെ ശരീരത്തിൽ പോകണമോ വേണ്ടയോ എന്ന് നിശ്ചയിക്കുന്നത് ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ടാണ്. അപ്പൊ വേറെ ശരീരത്തിലേക്ക് പോയാൽ കൊള്ളാമെന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് ചിന്തിക്കാം. പക്ഷെ ഇപ്പൊ കിട്ടിയിരിക്കുന്ന ശരീരത്തിൽ മാറ്റം വരുത്താനുള്ള അവകാശമില്ല. കാരണം അത് നേരത്തെ ചിന്തിച്ച് ഇപ്പൊ കിട്ടിയതാണ്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ശരീരത്തിന്റെ പ്ലാൻ വരച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതിന്റെ ഗോഡൌണിൽ എല്ലാ ടൈപ്പ് വാഹനവും കിടപ്പുണ്ടേ. ഏത് വേണേലും ബുക്ക് ചെയ്യാം മുൻകൂട്ടി. ജലത്തിലൂടെ സഞ്ചരിക്കുന്നത് വേണോ? ആകാശത്തു കൂടെ നടക്കുന്നത് വേണോ? ഭൂമിക്ക് അടിയിൽ കൂടെ എഴഞ്ഞു പോകുന്നത് വേണോ? ഏത് വേണോ നിങ്ങൾക്ക് ഇഷ്ടം? ഇതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള ആ പ്ലാനൊക്കെ പൂർണ്ണമാകുമ്പോൾ വാഹനം റെഡിയാകുമ്പോൾ പ്രാധാന്യം ഇങ്ങോട്ട് പോക്കോളനില്ലേ? അവശം പ്രകൃതേർവശാത്, ഇപ്പൊ കിട്ടിയിരിക്കുന്ന മാറ്റാൻ പറ്റില്ല. അത് അവശ്യരാണ് നമ്മൾ. അങ്ങനെ ഒരു ജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ശരീരം കാണിച്ചതോടുകൂടി എല്ലാവർക്കും ഇഷ്ടായി, അതിൽ പ്രവേശിച്ചു കൊള്ളാനുള്ള അനുമതി കിട്ടി. തുടർന്ന് 4 അഗ്നിർവാ ഭൂത്വാ മുഖം പ്രാവിശത് വായു പ്രാണോ ഭൂത്വാ
നാസികേ പ്രാവിശത് ആദിത്യചക്ഷുർഭൂത്വാ അക്ഷീണി പ്രാവിശത് ദിശഃ ശ്രോത്രം ഭൂത്വാ കർണോ പ്രാവിശത് ഔഷധി വനസ്പതയോ ലോമാനി ഭൂത്വാ ത്വചം പ്രാവിശൻ ചന്ദ്രമാ മനോ ഭൂത്വാ ഹൃദയം പ്രാവിശത് മൃത്യുരപാനോ ഭൂത്വാ നാഭിം പ്രാവിശത് ആപോരേതോ ഭൂത്വാ ശിശ്നം പ്രാവിശൻ അഗ്നിർവാഗ് ഭൂത്വാ മുഖം പ്രാവിശത് വായുപ്രാണോ ഭൂത്വാ നാസികേ പ്രാവിശത് ആദിത്യചക്ഷുർഭൂത്വാ അക്ഷീണി പ്രാവിശത് ദിശഃ ശ്രോത്രം ഭൂത്വാ കർണോ പ്രാവിശത് ഔഷധി വനസ്പതയോ ലോമാനി ഭൂത്വാ ത്വചം പ്രാവിശൻ ചന്ദ്രമാ മനോ ഭൂത്വാ ഹൃദയം പ്രാവിശത് മൃത്യുരപാനോ ഭൂത്വാ നാഭിം പ്രാവിശത് ആപോരേതോ ഭൂത്വാ ശിശ്നം പ്രാവിശൻ. ഇങ്ങനെ ഓരോരോ ദേവതകൾ എപ്രകാരമാണോ ഓരോ അവയവങ്ങളിലേക്ക് പ്രവേശിച്ചത് എന്ന് കാണിക്കുകയാണ്. അഗ്നി വാക്കായി മാറിക്കൊണ്ട് വായയിലേക്ക് പ്രവേശിച്ചു. അഗ്നിർവാക് ഭൂത്വാ മുഖം പ്രാവിശത്. അതായത് സമസ്ത ദേവതകളും ഈ ശരീരത്തിലുണ്ട് എന്ന് പറയുകയാണ്. വായു ഗന്ധമായിട്ട് മാറി നാസാദ്വാരങ്ങളിലേക്ക് പ്രവേശിച്ചു. സൂര്യൻ പ്രകാശമായി കണ്ണുകളിൽ പ്രവേശിച്ചു. ആദിത്യ ചക്ഷുർഭൂത്വാ അക്ഷീണി പ്രാവിശത്. ദിശഃ ശ്രോത്രം ഭൂത്വാ ദിക്ക് കേൾവിയായി കർണോ പ്രാവിശത് കർണങ്ങളിലേക്ക് പ്രവേശിച്ചു. ഇവിടെ കർണം എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഉപകരണം മാത്രമാണ്, എ സ്ട്രക്ചർ മാത്രം അല്ലേ. എ സ്ട്രക്ചർ ഈസ് നോട്ട് ആൻ ഓർഗൻ. മെഡിക്കൽ സയൻസ് ഒക്കെ അങ്ങനെയാ പറയുന്നത്. പിന്നെയോ എ സ്ട്രക്ചർ വിത്ത് എ ഫങ്ഷൻ ഈസ് ആൻ ഓർഗൻ. അല്ലെങ്കിൽ വെറും സാധനം, ഒരു തുളയുള്ളൊരു സാധനം അല്ലേ, കേട്ടിട്ട് കാര്യമൊന്നുമല്ല, അതിന്റെ ഫങ്ഷൻ വേണം. അപ്പൊ കണ്ണുണ്ട്, പക്ഷെ ദേവത പ്രവർത്തിക്കുന്നില്ലെങ്കിലോ എത്രയോ പേരുണ്ടല്ലേ ആ ദേവത അനുഗ്രഹിക്കാതിരിക്കുന്നവര്, ചെവിയുണ്ട് കേൾക്കാൻ പറ്റാത്തവര്. അപ്പോ ഈ അനുഗ്രഹം കൂടി വേണം നമുക്ക്. ആ ദേവതകളുടെ സാന്നിധ്യം ഉണ്ടാവണം. എല്ലാ ദേവതകളും 33 കോടി ദേവതകളും നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. എത്ര വലിയൊരു സങ്കല്പമാണല്ലേ. പ്രകൃതിയും മനുഷ്യനും തമ്മില് ഉള്ള സുദൃഢമായൊരു ബന്ധമാണ് ഈ മന്ത്രങ്ങളിലൂടെയൊക്കെ കാണിക്കുന്നത്. ഒന്നും വേറിട്ട് നിൽക്കുന്നില്ല, സമസ്തവും പരസ്പരം ബന്ധപ്പെട്ട് നിൽക്കുന്നു. സമസ്ത ജീവജാലങ്ങൾക്കും ഓരോരോ ജീവജാലങ്ങളുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. മനുഷ്യനും പ്രകൃതിയും ഒന്നാണ്. ഇവയൊക്കെ നമ്മിൽ നിലനിൽക്കുന്നു ഇല്ലേ. അതുകൊണ്ട് അവർ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നു, നമ്മുടെ ഡ്യൂട്ടിയാണ് അവരെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. പരസ്പരം ഭാവേന്ത. അവർക്കിരിക്കാൻ ഒരു സ്ഥലം വേണം, നമ്മൾ കൊടുത്തു. നമ്മുടെ കണ്ണിനെയും മൂക്കിനെയും വായയും ഒക്കെ ആശ്രയിച്ചാണ് സൂര്യനും അഗ്നിയും വായുവും ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ വിരാട് രൂപത്തെ വർണ്ണിക്കുന്നതായ സമയത്ത് പുരുഷ സൂക്തത്തിൽ അല്ലേ, ഓം സഹസ്രശേഷ പുരുഷ സഹസ്രാക്ഷ സഹസ്രപാദ്
സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാകുലം പുരുഷ ഏവേദകം സർവം യദ്ഭൂതം യച്ഛ ഭവ്യം ഉദാമൃതത്വശേഷാനഃ. ഇത്ര ഗംഭീരമായിട്ടാണ് പുരുഷ സൂക്തത്തിലൊക്കെ വർണ്ണിക്കുന്നത്. ആ വിരാട് പുരുഷനെ മുഴുവനല്ലേ സൂര്യൻ കണ്ണുകളായിട്ട് അല്ലേ ഓരോന്നിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ദിക്ക് ശ്രവണശേഷി കാതുകളിലും, ഔഷധ സസ്യങ്ങളുടെയും വൃക്ഷങ്ങളുടെയും ദേവതകൾ രോമങ്ങളായിട്ട് മാറി ചർമ്മത്തിലും പ്രവേശിച്ചു. ചന്ദ്രമാ മനോഭൂത്വ, വികാരങ്ങളുടെ മുഴുവൻ കേന്ദ്രമായിട്ടുള്ള ചന്ദ്രൻ മനസ്സായി മാറി ഹൃദയത്തിൽ പ്രവേശിച്ചു. മൃത്യു അപാനോഭൂത്വ നാഭിം പ്രാവിശത്, മൃത്യുദേവത അപാനനായി പൊക്കിൾ കൊടിയിൽ പ്രവേശിച്ചു. ആപോരേതാഭൂത്വ ശിശ്നം പ്രാവിശത്, ജലം രേതസായിട്ട് പ്രത്യുൽപാദനേന്ദ്രിയത്തിൽ പ്രവേശിച്ചു. അങ്ങനെ ദേവതകളും സൃഷ്ടിക്കപ്പെട്ട ജീവജാലങ്ങളും തമ്മിൽ വലിയൊരു ഐക്യമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിൽ ഒരു വലിയ ബന്ധമാണ്. പ്രകൃതിയുടെ സഹായമില്ലാതെ സൃഷ്ടിക്കപ്പെട്ട നമുക്കൊരു നിമിഷം പോലും ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല. ഇത് നമ്മൾ ഗ്രഹിക്കണം. അതുകൊണ്ടാണ് പിൽക്കാലത്ത് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം ശ്രീകൃഷ്ണ പരമാത്മാവ് ഭഗവത്ഗീത 3-ാം അധ്യായത്തിൽ 11-ാം ശ്ലോകത്തിൽ പറഞ്ഞത്, ദേവാൻ ഭാവയതാനേന തേ ദേവാ ഭാവയന്തോ പരസ്പരം ഭാവയന്ത ശ്രേയപരമവാപ്സ്യത. നിങ്ങൾ ദേവന്മാരെ സംരക്ഷിക്കുമ്പോൾ ആ ദേവന്മാർക്ക് നിങ്ങൾക്ക് ശുദ്ധവായും ശുദ്ധയിലൊക്കെ തന്ന് തിരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചുകൊണ്ട് പരമമായ ശ്രേയസ്സിലേക്ക് നിങ്ങൾ പോകാൻ പറയുന്നു അല്ലേ. മനുഷ്യനും പ്രകൃതിയും തമ്മിലൊരു ബന്ധം. നമ്മളൊരു ജൂൺ 5-ാം തീയതി ഒരു എൻവയറോൺമെന്റൽ ഡേ ആഘോഷിക്കും. എല്ലാ വർഷവും സ്കൂളിലും കോളേജിലും നാട്ടിലും ഒക്കെ ഉണ്ടാവും. ഒരു ഏപ്രിൽ 22-ാം തീയതി ഭൗമദിനം ആഘോഷിക്കും, വനദിനം ആഘോഷിക്കും, സമുദ്രദിനം ആഘോഷിക്കും. കുറെ ദിനങ്ങളുണ്ട് നമുക്ക്. ഇതൊക്കെ വെറുതെ ആഘോഷിച്ചാൽ മാത്രം പോരാ, വാട്സപ്പിൽ മെസ്സേജ് മാത്രം ഇട്ടാൽ പോരാ. ഈ ശ്ലോകം എപ്പോഴും ഓർമ്മയുണ്ട്. ശരിക്കും ഈ മന്ത്രങ്ങളൊക്കെ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ മന്ത്രങ്ങളാണല്ലേ. ആധികാരികമായ ഇതേ ആശയം ഭഗവാൻ ഗീതയിലൂടെ, ചുരുങ്ങിയ പക്ഷം ഗീതയിലെ ഈ 11-ാം ശ്ലോകമെങ്കിലും ഈ ദിവസങ്ങളൊക്കെ നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കാരണം ശ്രീകൃഷ്ണ പരമാത്മാവിനെ പോലെ ഇതുപോലെ ഒരു പ്രകൃതിയെ സംരക്ഷിച്ച ഒരു അവതാരമുണ്ടോ? ആ ഒരു ഗോവർദ്ധന പർവ്വത്തെ ഉയർത്തി നിർത്തിക്കൊണ്ട് മനുഷ്യനും പ്രകൃതിയും ഇല്ലേ ആ കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന കാര്യം നമുക്ക് കാണിച്ചു തന്നോ? വിഷലിപ്തമായ കാളന്തി നദിയിലേക്ക് എടുത്തു ചാടി ആ കാളിയന്തിനെ ഓടിച്ചുകൊണ്ട് ജലസംരക്ഷണത്തിന്റെ മഹത്വം നമുക്ക് കാണിച്ചു തന്നു. ഏതാനും കാട്ടുകള്ളന്മാര് വനത്തെ സ്വന്തം അധീനത്തിൽ കൊണ്ടുവന്നപ്പോൾ ആ അസുരന്മാരെ അടിച്ചോടിച്ച് ഈ വനം പൊതുസ്വത്താണ്, ഗോക്കൾക്കും ഗോപന്മാർക്കും നമുക്കെല്ലാം ഉള്ളതാണെന്ന് കാണിച്ചു തന്നു അല്ലേ. ജീവിതം മുഴുവൻ നമുക്ക് മാതൃക കാണിച്ചു തന്നു. മനുഷ്യനും പ്രകൃതിയും നോക്കൂ, ഗീത ഉപദേശിക്കുന്ന 5000 വർഷങ്ങൾക്ക് മുമ്പ് പ്രകൃതിയുടെ സംരക്ഷണത്തിന് യാതൊരു പ്രശ്നവുമില്ലായിരുന്നു. സുലഭമായിരുന്നു ഇവിടെ വനവും എല്ലാം അല്ലേ. പക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ ശ്ലോകം എത്രമാത്രം പ്രസക്തമാണ്. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഈ ബന്ധം, നമ്മുടെ ചൂഷണം, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മുടെ പൊതുസ്വത്തുകൾ വനങ്ങൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും നല്ല കാലാവസ്ഥയെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ആമസോൺ വനങ്ങളില്ലേ, പക്ഷെ അതിന്റെ നല്ലൊരു ശതമാനം കത്തിപ്പോയി. നമ്മളത് ബ്രസീലിന്റെ ദുഃഖമായിട്ടോ അല്ലെങ്കിൽ ഒന്നുമല്ല കാണുന്നത്. എത്രയോ ലോകത്തിന്റെ മുഴുവൻ എന്നിട്ട് നമ്മളിവിടെ വലിയ ഭൗമ ഉച്ചകോടിയൊക്കെ കൂടും അല്ലേ. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ കുറിച്ച് വലിയ വലിയ ചർച്ചകൾ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഉള്ളതിനെ നമ്മൾ സംരക്ഷിക്കണം. മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ രോമങ്ങളില്ലേ, നമുക്ക് ആ ത്വക്കിൽ ഇവിടെ ചൂടൊക്കെ അനുഭവപ്പെടുന്നു, ആ വൃക്ഷങ്ങളുമായിട്ടാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. ഓരോന്നുമായിട്ട് ഇങ്ങനെ ബന്ധം പ്രകൃതിയായിട്ട്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധമാണ്. പരസ്പരം ഭാവയന്ത. അതുകൊണ്ട് നമ്മുടെ ഒക്കെ ധർമ്മമാണ് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക. അതിന് ലോപം വരുന്ന ഒരു പ്രവൃത്തിയും നമ്മൾ ഉണ്ടാവരുത്. കുട്ടികളായിരിക്കുമ്പോഴേ നമ്മൾ പഠിപ്പിക്കണം അവരെ. ജലം അമൂല്യമാണ്, ഒരു തുള്ളി പോലും വേസ്റ്റ് ആവരുത്. ഒരു മിഠായി കടലാസം ഭൂമിയിലേക്ക് ഇടാൻ തോന്നരുത്. അവിടെ ഒന്നും ബോർഡ് വെക്കണ്ടല്ലേ.
അതവൻ്റെ ഉള്ളിൽ ആ മൂല്യമുണ്ടെങ്കിൽ സാധിക്കും. ഇത് പറഞ്ഞ് എല്ലായിടത്തും കൃത്യമായിട്ട് എഴുതി വെക്കണം. പൗരബോധം ഉണ്ടാവുന്നില്ല. അതൊക്കെ വിദ്യാഭ്യാസത്തോട് കൂടി തന്നെ ഉണ്ടാവേണ്ടതല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും നമ്മുടെ വിദ്യാഭ്യാസത്തോടൊക്കെ തന്നെ അക്കാഡമിക് കാര്യത്തോടു കൂടി തന്നെ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ അവരിൽ വളർന്നു വന്നോളും. തുടർന്ന് അടുത്ത മന്ത്രം. തമശ്നാ പിപാസേ അബ്രുദാം അവാഭ്യാം അഭിപ്രജാനീഹീതി തേ അബ്രവീത് ഏതാസ്വേവ വാം ദേവദാസു അഭജാമി ആഭജാമി ഏതാസു ഭാഗിന്യൗ കരോമീതി തസ്മാത് യസ്യൈ കസ്യൈ ച ദേവതായൈ ഹവിർഗൃഹ്യതേ ഭാഗിന്യൗ ഏവ അസ്യാമശനാ പിപാസേ ഭവതഃ തമശനാ പിപാസേ അബ്രുദാം അവാഭ്യാം അഭിപ്രജാനീഹീതി തേ അബ്രവീത് ഏതാസ്യേവ വാം ദേവദാസു ആഭജാമി ഏതാസു ഭാഗിന്യൗ കരോമീതി തസ്മാത് യസ്യൈ കസ്യൈ ച ദേവതായൈ ഹവിർഗൃഹ്യതേ ഭാഗിന്യൗ ഏവ അസ്യാമശനാ പിപാസേ ഭവതഃ. ഇങ്ങനെ എല്ലാ ദേവതകളും അവരുടെ വാസസ്ഥാനത്തെ പ്രാപിച്ച സമയത്ത് വിശപ്പും ദാഹവും അദ്ദേഹത്തോട് പറഞ്ഞു, ഞങ്ങൾക്കും ഒരു വാസസ്ഥാനം നൽകിയാൽ. അപ്പൊ അദ്ദേഹം അവരോട് പറഞ്ഞു, ഏതാസ്യേവാം ദേവദാസോ ആഭജാമി ഏതാസു ഭാഗിന്യോ കരോമീതി. ഈ ദേവന്മാരോടൊപ്പം നിങ്ങൾക്ക് ഒരു സ്ഥാനം നൽകുകയും അവരിൽ പങ്കാളികളാകുകയും ചെയ്യുന്നു. അതായത് വ്യത്യസ്തങ്ങളായ ദേവതകളെല്ലാം ഓരോരോ സ്ഥാനത്ത് ചെന്ന് ചേർന്നു. അവരുടേതായ പ്രവൃത്തി മണ്ഡലങ്ങളും ഉണ്ട്. ചെവിക്ക് കേൾക്കുക, കണ്ണിന് കാണുക, ത്വക്കിന് സ്പർശിക്കുക, മനസ്സിന് വികാരങ്ങളെ ഉൾക്കൊള്ളുക. ഇങ്ങനെ ഓരോരോ ദേവതകളും അവരുടെ കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ നിശ്ചിതമായ ഓഹരി നിങ്ങൾക്കും തരാമെന്ന് വിശപ്പും ദാഹത്തോടും പറഞ്ഞു. കാരണം അവരും ചോദിച്ചൊരു വാസസ്ഥാനം അല്ലേ. അപ്പൊ അവർക്ക് പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല. ഇങ്ങനെ മറ്റുള്ള എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ ദേവതകളും അവരുടെ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ഷെയർ നിങ്ങൾക്കും കിട്ടുമെന്ന്. നിങ്ങളിപ്പോ ശ്രവണം നടത്തും നമ്മളിവിടെ നോക്കി 7:30 സ്വാമി നിർത്തുന്നില്ല. വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല 8:30 അല്ലേ, വിശക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ സമാധാനിപ്പിച്ചെന്ത് ഇവിടെ കഴിയട്ടെ എന്ന്. എന്ത് ഈ ചെവിയുടെ വിശപ്പ് മാറുമ്പോൾ അതിൻ്റെ ഒരു ഷെയർ നിങ്ങൾക്കും തരാവുന്ന വിശപ്പും മാറുമെന്നല്ലേ. ഈ മെഡിസിനൊക്കെ കുറിച്ച് കൊടുക്കുമ്പോൾ ഡോക്ടർക്ക് ഷെയർ വന്നു തരുന്നില്ല. അതുപോലെ അവർ പറയില്ലല്ലേ, കൃത്യമായിട്ട് കിട്ടിക്കോളും. അതുപോലെ അപ്പൊ സമസ്ത ജീവജാലങ്ങളും ഈ ലോകത്ത് പ്രവർത്തിക്കുന്ന സമയത്ത് അവരുടെ ഇന്ദ്രിയങ്ങളും പ്രവർത്തിക്കുന്നു അല്ലേ. നോക്കൂ, ഇപ്പൊ മനുഷ്യനൊഴികെ ബാക്കി ജീവജാലങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ ഇന്ദ്രിയങ്ങളും നമ്മളെ പോലെ പ്രവർത്തിക്കില്ല. ഏതെങ്കിലും ഒരു ഇന്ദ്രിയത്തിനായിരിക്കും പ്രാധാന്യം ഉണ്ടാവും ഒരേ സമയത്ത്. ഏതെങ്കിലും ഒരെണ്ണം വളരെ ലൈവായിരിക്കും അല്ലേ. ഒരു സിംഹം ഒരു മാനിനെ ഓടിക്കുന്നു.
അതെങ്ങനെ ഓടിച്ചു പോകുന്ന വഴിയിൽ വേറൊരു മൃഗത്തിന്റെ അവശിഷ്ടം കിട്ടി, മുഖ്യഭാഗം. ഉടനെ സിംഹത്തിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോവും. തൃപ്തനായി, മാന ആശ്വാസമായില്ലേ? കാരണം സിംഹത്തിന് ഇപ്പൊ ഈ മാനിനെ ഓടിച്ചു കൊല്ലണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതിന് വേണ്ടി വിശപ്പടങ്ങിയാൽ മതി, അതിനെന്തെങ്കിലും ഉപാധി കിട്ടിയാൽ മതി. അതോടെ ബാക്കി ഇന്ദ്രിയങ്ങളും തൃപ്തരാകും. അതിനാല് ഏത് ദേവതയ്ക്ക് ഹവിസ് അർപ്പിച്ചാലും വിശപ്പും ദാഹവും അതിൽ പങ്കാളികളാണ്. ഇവിടെയൊക്കെ നമ്മൾ വേദത്തിന്റെ പ്രഥമ ഭാഗത്തിന്റെ ബ്രാഹ്മണ ഭാഗത്തിന്റെ നല്ല സ്വാധീനമുണ്ടേ. പണ്ട് ഇന്നത്തെ പോലുള്ള ആരാധനാ സമ്പ്രദായങ്ങളൊന്നും അന്നില്ലായിരുന്നു. അന്ന് ഈ ഹവിസ് അർപ്പിക്കുകയാണ് അല്ലേ? ധാന്യങ്ങള്, പാല്, ഇതൊക്കെയാണ് ഈ സമർപ്പിച്ചിരുന്നത്. എങ്ങനെ സമർപ്പിക്കുന്ന സമയത്ത് ആ ദേവതയ്ക്ക് സമർപ്പിക്കുമ്പോൾ തന്നെ മറ്റുള്ള ദേവതകളും സന്തുഷ്ടരാകുന്നു. എപ്രകാരമാണോ നാം ഒരു വൃക്ഷത്തിന്റെ കടക്കൽ കൊണ്ട വെള്ളമൊഴിക്കുമ്പോൾ ആ വൃക്ഷം മുഴുവനും ആ ജലത്തിൽ സ്വീകരിക്കുന്നത് പോലെ ദേവതായി ഹവിർഗൃഹ്യതേ ഭാഗിന്യവും ഏവ അസ്യാം അശന പിപാസേ ദേവത. വിശപ്പും ദാഹവും എന്നാല് നാം കഴിക്കുന്ന ഭക്ഷണം മാത്രമല്ല, ഓരോ ഇന്ദ്രിയങ്ങൾക്കും വിശപ്പുണ്ട്, ദാഹമുണ്ട്. ഒരു ഇന്ദ്രിയം ഒരു വിഷയം അനുഭവിക്കുമ്പോൾ തന്നെ മറ്റുള്ള ഇന്ദ്രിയങ്ങളും അതിൽ തൃപ്തരാവുന്നു. അശന പിപാസി. അപ്പൊ അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഈ എന്താ പറയാ, ഏതെങ്കിലും ഇന്ദ്രിയത്തിന് തൃപ്തരായാൽ നമ്മളൊക്കെ ഹാപ്പി ആകുന്നു. ഇതിനൊക്കെ തുടക്കം ഇതാണ്. ശരിക്കും ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമല്ലേ? മാത്രമല്ല ഓരോ ഇന്ദ്രിയങ്ങളെയും നമ്മൾ എത്ര പവിത്രമായിട്ട് പിന്നെ നമ്മൾ കരുതും. കണ്ണുള്ളപ്പോ കാഴ്ചയുടെ അറിയില്ലെന്നൊക്കെ പറയുന്നത് പോലെ ഓരോ ദേവതയും എത്ര അനുഗ്രഹമാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അതിനെ സംരക്ഷിക്കാൻ അതുകൊണ്ട് നമ്മൾ എത്രമാത്രം ബാധ്യതപ്പെട്ടിരിക്കുന്നു. ദുരുപയോഗം ചെയ്യാതെ അല്ലേ? അതിനെ ഏറ്റവും നന്നായിട്ട് സംരക്ഷിക്കാൻ നമുക്ക് ബാധ്യതയുണ്ട്. ആ ദേവതയുടെ അനുഗ്രഹം എപ്പോഴും ഓരോ ഇന്ദ്രിയവും ഓരോ ഇന്ദ്രിയത്തെയും ഇങ്ങനെ സദാ പ്രകാശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിഞ്ഞാല് അതാണ് രസം. കുറെ കഴിയുമ്പോൾ ഈ കഴിവുകളെ അവർ തിരിച്ചെടുക്കാൻ തുടങ്ങും. ഒരു പ്രായം കഴിയുമ്പോൾ കുറേശ്ശെ, ഒറ്റയടിക്കല്ല, കുറേശ്ശെ 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 ആയിട്ട് എടുക്കാൻ തുടങ്ങും. അതാണ് ഇപ്പൊ 15-ാം അധ്യായത്തിൽ പറഞ്ഞത് അല്ലേ? അതിങ്ങനെ ആ പുഷ്പത്തിന്റെ ഗന്ധം എടുക്കുന്ന പോലെ ഇങ്ങനെ കൊണ്ടുപോവാണ്, അടുത്ത ശരീരത്തിലേക്ക് കൊണ്ടുപോകാൻ. അതിങ്ങനെ കൊണ്ടുപോയി. പക്ഷേ ഈ കൊണ്ടുപോകുന്നത് അനുഗ്രഹമായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ എടുക്കാറുണ്ടോ? ഒരു പ്രായം കഴിഞ്ഞാല് നമ്മുടെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു 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 വരും. ചെവിയുടെ കേൾവി ശക്തി കുറഞ്ഞു കുറഞ്ഞു വരും. നാവിന്റെ രുചി അറിയാനുള്ള കഴിവ് കുറഞ്ഞു കുറഞ്ഞു വരും. എന്തിനു വേണ്ടിയാണ്? ആ ദേവതകൾ നമ്മളെ അനുഗ്രഹിക്കുകയാണ്. ഇനി നീ ഈ വിഷയമൊന്നുമല്ല അനുഭവിച്ചിരിക്കേണ്ടത് എന്നുള്ള ഓർമ്മിപ്പിക്കുകയാണ്. ഇനി നീ പഴയതുപോലെ ലോകകാര്യങ്ങളൊന്നും കാണണ്ട, കേൾക്കണ്ട, രുചിക്കണ്ട. നീ നിന്നിലേക്ക് മടങ്ങാൻ പറയുകയാണ് അല്ലേ? ഇനി പുറമേക്കല്ല കണ്ണു വേണ്ടത്, കാരണം ഇതൊക്കെ പുറത്തേക്ക് സൃഷ്ടിച്ചിരിക്കുന്നതാണ്. ഇനി അകക്കണ്ണാണ് ശരിക്കും തുറക്കേണ്ടത് അല്ലേ? അപ്പൊ എന്ത് ചെയ്തു? നമ്മളെ ആ ദേവതകൾ അനുഗ്രഹിക്കുകയാണ്. പക്ഷെ നമ്മൾ സമ്മതിക്കുമോ? ഉടനെ വേറെ കണ്ണു കൊണ്ടുവെക്കും, ചെവിയിൽ വേറെ യന്ത്രം കൊണ്ടുവെക്കും ഇല്ലേ? ഓരോന്നും. അപ്പൊ ഇതിനെ അനുഗ്രഹമായിട്ട് എടുത്താൽ മതി. ആ ദേവതകൾ ഇപ്പൊ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിഞ്ഞാൽ ആ അനുഗ്രഹം അവര് കുറേശ്ശെ തിരിച്ചെടുക്കുമെന്നും ഓർമ്മയുണ്ടാവും. ബാക്കി നമുക്ക് നോക്കാം. പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്ഛതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.